പ്രദേശത്തെ CPIM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ശ്രീ ബൈജു കൂടി നമ്മോടൊപ്പം ഘട്ടത്തിൽ ചേരുകയാണ്. ബൈജു, അവിടുത്തെ അവസ്ഥ എങ്ങനെയാണ് ബൈജു? ഇവിടെ വളരെ പരിതാപകരമാണ്. രാത്രി ഇന്നലെ 2 ദിവസമായി തുടർച്ചയായിട്ട് പെയ്യുന്ന കനത്ത മഴ ഈ പ്രദേശത്തെ ഈ വെള്ളരമല വില്ലേജിനാകെ ഒറ്റപ്പെട്ട സംഭവമായി മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ മുണ്ടക്കൈ പ്രദേശത്ത് നടന്ന ഒരു ഉരുൾപൊട്ടലാണ് ചൂരൽമല ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പരിസരത്തുള്ള ഏകദേശം 60ഓളം വീടുകൾ പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മളെ കണക്ക് പ്രകാരം ഏകദേശം ഒരു 100 കൂടുതൽ ആളുകൾ നമുക്ക് ഇതിനകത്ത് അകപ്പെട്ടിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ബൈജുവിന്റെ ഒരു പൊതുപ്രവർത്തന പരിചയം വെച്ച് സ്വാഭാവികമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഒക്കെയായി ബന്ധപ്പെട്ടുണ്ടാവും ഇതിനകം. ഈ പ്രദേശത്തൊക്കെ എത്ര കുടുംബങ്ങളും ജനങ്ങളുമാണ് താമസിക്കുന്നത്? ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 60ഓളം കുടുംബങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട്. അതിൽ കുറച്ചു പേര് ഈ മഴ കനത്തത് കൊണ്ട് ബന്ധുവീടുകളിലേക്ക് മാറിയിട്ടുണ്ട്. അല്ലാത്തത് പേരെ കണക്ക് ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല. 60 കുടുംബങ്ങളേ ഉള്ളൂ, അതായത് ഈ മുണ്ടക്കൈ ചൂരൽമല ഭാഗങ്ങളിൽ? അല്ല, മുണ്ടക്കൈയില് വേറെയാണ്. മുണ്ടക്കൈയില് ഏകദേശം ഒരു 100ഓളം കുടുംബങ്ങൾ മുണ്ടക്കൈയില് അവിടെ വേറെ ഉണ്ട്. ഈ ചൂരൽമല ഭാഗത്താണ്, ഈ താഴെ ഭാഗത്ത് ഹൈസ്കൂൾ ഭാഗത്താണ് ഏകദേശം ഒരു 60ഓളം കുടുംബങ്ങൾ. വെള്ളം ഒഴുകിയെത്തിയ സ്ഥലം അല്ലേ? 60ഓളം വീടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. 60ഓളം വീടുകളാണ് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഭാഗികമായിട്ട് തകർന്ന കുറെ വീടുകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ ചാലിയാർ പുഴയിലൂടെ ഒഴുകിയെത്തിയ മൃതദേഹം ഏറ്റവും പുതിയ കണക്കനുസരിച്ച് ഏതാണ്ട് 29 പേരുടെ മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. 85 പേർ മാത്രമേ ആശുപത്രികളിൽ ചികിത്സയിലെത്തിയിട്ടുള്ളൂ. അതിന്റെ അർത്ഥം കൂടുതൽ പേർ അവിടെ കുടുങ്ങിക്കിടപ്പെട്ടുണ്ടാകും എന്നുള്ളത് തന്നെയാണ് അല്ലേ ബൈജു? ഉണ്ട്. ഇപ്പൊ മുണ്ടക്കൈ LP സ്കൂളിന്റെ സമീപം കുറച്ച് പേര് കുടുങ്ങി കിടക്കുന്നുണ്ടായിട്ട് അവിടെ നിന്ന് നമുക്ക് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അവിടുത്തെ NDRF സംഘം അതേപോലെ തന്നെ ഇവിടുത്തെ യുവജന സംഘടനകളൊക്കെ അവിടത്തേക്ക് കയറൊക്കെ എത്തിയിട്ട് അപ്പുറം കിടക്കാനുള്ള സംവിധാനം ചെയ്യുന്നുണ്ട്. നിലവിൽ മുണ്ടക്കൈയുമായി ബന്ധപ്പെടാൻ, ആ പ്രദേശവുമായി ബന്ധപ്പെടാൻ നമുക്ക് ഉണ്ടായിരുന്ന ഏക പാലം നഷ്ടപ്പെട്ടിട്ട് അവിടത്തേക്ക് പോകാൻ കഴിയുന്നില്ല. ഏകദേശം ഒരു 200ഓളം കുടുംബങ്ങൾ അവിടെ ഒറ്റപ്പെട്ട് ഭക്ഷണവും അതേപോലെ തന്നെ മരുന്നുകളൊന്നും ലഭിക്കാതെ നമുക്ക് കുറച്ച് പരിക്ക് പറ്റ ആളുകൾ ബൈജു